ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ബീഫ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ബീഫ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ചൂടാക്കാം. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസിലുള്ള സവോള നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ 2 കപ്പ് ഉള്ളി ചേർക്കുവാണ് കേട്ടോ. ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി ഞാൻ ചതച്ചിട്ടില്ല കേട്ടോ, മുഴുവനെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ്. 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 4 എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വാടി ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കറിക്ക്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുവാണ്. മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം പൊടികൾ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ഇറച്ചിയും 1/2 കിലോ എല്ലാട്ടോ എടുത്തിട്ടുള്ളത്. ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബീഫിലേക്ക് ഈ ഒരു മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അതൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കുക്കറിൻ്റെ ആ ഒരു പ്രഷറൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ബീഫൊക്കെ പാകത്തിന് വെന്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം.
അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുവാണ്. അതോടൊപ്പം 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ചേർക്കുവാണ്. മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാനിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുവാണ്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റും ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്തങ്ങ് ഓഫ് ചെയ്യാം. ബീഫ് കറിക്കും ബീഫ് ഫ്രൈക്കൊക്കെ എപ്പോഴും കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.